നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിക്കലും സംഭവിക്കരുതാത്ത ഒരു ദുരന്തത്തിന്റെ നഷ്ടത്തിന്റെ നടുക്കത്തിലാണ് ഇന്ന് രാജ്യം. നമ്മുടെ രാജ്യത്തിന് കാവലായി നിന്ന ധീര സൈനികനെയും സൈനിക ഉദ്യോഗസ്ഥരെയുമാണ് നഷ്ടമായിരിക്കുന്നത്. ഏതു നാട്ടിലാണെങ്കിലും ഇന്ത്യ എന്ന വികാരം ഉള്ളിൽ ജ്വലിക്കുന്ന ഓരോ പ്രവാസിയുടെയും നെഞ്ചു തകർക്കുന്ന വാർത്തയാണ് ഇത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്റെ ജീവനെടുത്ത ദുരന്തമുണ്ടായത്. ബിപിൻ റാവത്ത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ഊട്ടിക്കടുത്ത് കുനൂരിൽ തകർന്നു വീഴുകയായിരുന്നു. വ്യോമസേനയുടെ M-17 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ജനറൽ ബിപിൻ റാവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ മധുലിക റാവത്തും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ സംയുക്ത സൈനിക മേധാവിയുടെ ഓഫീസ് ജീവനക്കാരും സുരക്ഷാ ഭടന്മാരും അടക്കം 14 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ നിന്നും ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗ് മാത്രമാണ് രക്ഷപ്പെട്ടത്. ദില്ലിയിൽ നിന്നും ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ് ജനറൽ ബിപിൻ റാവത്തും സംഘവും പുറപ്പെട്ടത്. മണിക്കൂറുകൾക്കുള്ളിൽ രാജ്യത്തെ നടുക്കി ആ ദുരന്ത വാർത്ത പുറത്തുവരികയായിരുന്നു. സംയുക്ത സൈനിക മേധാവിയും ഭാര്യയും ഉദ്യോഗസ്ഥ സംഘവും ഹെലികോപ്റ്റർ ദുരന്തത്തിൽപ്പെട്ടുവെന്നും ജനറൽ ബിപിൻ റാവത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്നുമായിരുന്നു വ്യോമസേന ആദ്യ ഔദ്യോഗിക വിവരം പുറത്തുവിട്ടത്. ഈ സമയം പ്രധാനമന്ത്രിയെ കണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അപകടത്തിന്റെ വിശദാംശങ്ങൾ ധരിപ്പിച്ചു. തുടർന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. പ്രതിരോധ മന്ത്രാലയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നതിന് പിന്നാലെ വ്യോമസേനാ മേധാവിയെ പ്രതിരോധ മന്ത്രി സംഭവസ്ഥലത്തേക്ക് അയച്ചു. പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുടെ വസതിയിലെത്തി വിവരങ്ങൾ അറിയിച്ചു. അതിനുശേഷമാണ് ബിപിൻ റാവത്തിന്റെ വിയോഗ വാർത്ത സ്ഥിരീകരിച്ചത്. അന്വേഷണം സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങൾ കര വ്യോമസേനകൾ പ്രതിരോധ മന്ത്രിക്ക് കൈമാറിയിരുന്നു. മോശം കാലാവസ്ഥ അപകടത്തിന് കാരണമായെന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഉള്ളത്. അപകടത്തെക്കുറിച്ച് പാർലമെന്റിൽ വിശദമായ പ്രസ്താവന രാജ്നാഥ് സിംഗ് നടത്തുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. DNA പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാകാനുള്ള സാഹചര്യം പരിഗണിച്ചാണിതെന്ന് സൂചനയുണ്ട്. അന്തരിച്ച സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ സംസ്കാരം നാളെ നടക്കും. ബിപിൻ റാവത്തിന്റെയും ഭാര്യ മധുലിക റാവത്തിന്റെയും മൃതദേഹം ഇന്ന് വൈകിട്ട് സൈനിക വിമാനത്തിൽ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. അപകടത്തിൽ മരണപ്പെട്ട മറ്റ് 11 സൈനികരുടെ മൃതദേഹവും ഇന്ന് ദില്ലിയിൽ എത്തിക്കും. ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി സൈനികനും ഉൾപ്പെടുന്നുണ്ട്. അസിസ്റ്റന്റ് വാറന്റ് ഓഫീസർ A. പ്രദീപാണ് മരിച്ചത്. അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ധീരൻ എന്നാണ് സഹപ്രവർത്തകരിൽ പലരും ബിപിൻ റാവത്തിനെ വിശേഷിപ്പിക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും വെല്ലുവിളികളെയും നേരിടുവാൻ ഞൊടിയുടെ കൊണ്ട് സ്വയം സജ്ജനാകാൻ കഴിയുമായിരുന്നു എന്നതും അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. 4 തലമുറകളായി സൈനിക സേവനം നടത്തുന്ന കുടുംബത്തിൽ നിന്നാണ് ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യൻ സേനകളുടെ തലവനായി ഉയർന്നു വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ചുമതല ഏറ്റെടുത്ത് കോങ്കോയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ജനറൽ ബിപിൻ റാവത്തിന്റെ മികവ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നോർത്ത് കിവു ബ്രിഗേഡിയന്റെ ചുമതലയായിരുന്നു ബിപിൻ റാവത്തിന് ഉണ്ടായിരുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ചെലവേറിയതും അപകടം പിടിച്ചതുമായ സമാധാന ദൗത്യമായിരുന്നു കോങ്കോയിലേത്. 2008 ചുമതലയേറ്റ ഉടൻ തന്നെ സമാധാന ദൗത്യസേനയുടെ കരുത്തു കൂട്ടുകയാണ് റാവത്ത് ചെയ്തത്. വിമത പോരാളികളെ അതിവിദഗ്ധമായി നേരിട്ടു. റാവത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രിഗേഡ് വിമതർ കൈയടക്കി വെച്ചിരുന്ന പ്രവിശ്യ തന്നെ മോചിപ്പിച്ചെടുത്തു. നേതൃപാടവം, ധീരത, പരിചയസമ്പത്ത് എന്നാണ് ബിപിൻ റാവത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് അന്നത്തെ കോങ്കോയിലെ UN സമാധാന ദൗത്യത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ബവാക്കർ ഗായെ പ്രശസ്തി പത്രത്തിൽ എഴുതിയത്. 2016 ഡിസംബർ 31-നാണ് കരസേനാ മേധാവിയായി അദ്ദേഹം ചുമതലയേറ്റത്. 2020 ജനുവരി 1-ന് സംയുക്ത സേനാ മേധാവിയായി ചുമതലയേറ്റു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.